ഇരിപ്പുണ്ട്. ഏറ്റവും താഴെ പോയ ബക്കറ്റ് നമുക്ക് ഇങ്ങനെ എടുത്തോണ്ട് വരാം. എന്താ അത്രയും ഡയലോഗ് അടിച്ചിട്ട് തോറ്റ് കഴിഞ്ഞാൽ ആ പടം നടക്കേടായി പോകും. ഇതിന്റെ അകത്ത് എന്തൊക്കെയോ ഒരു മിസ്റ്ററി ഉണ്ട്, അത് കുഴപ്പമില്ല, നമുക്കത് പിന്നെ ഡിസ്കവർ ചെയ്യാം. അതിനെ പറ്റി ഗ്രാനി ഉണ്ടോ? കാണത്തില്ല ഗ്രാനി ഇവിടെ ഈ ഒരു സമയത്ത്. ഇല്ല, പേടിപ്പിക്കല്ലേ ഗ്രാനി വെറുതെ. ആദ്യം പോയിട്ട് ആ ബക്കറ്റ് എടുക്കാം, ബക്കറ്റ് അത്യാവശ്യ കാര്യമാണ്. ഗ്രാനി ആദ്യം പോയിട്ട് ആ ബക്കറ്റ് എടുക്കാം, ബക്കറ്റ് അത്യാവശ്യ കാര്യമാണ്. ഗ്രാനി അമ്മൂമ്മേ ബക്കറ്റ് കിട്ടി. തേർഡ് ഫ്ലോറിൽ പോകും. ഫോർത്ത് ഫ്ലോറിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു, ഞാൻ അവിടെ പോയത്. അവിടെ പ്രത്യേകിച്ചൊന്നും, ഇവിടെ എല്ലാ ആൾക്കാരുടെ റൂമാണുള്ളത്. ഇത് തുറക്കാൻ പറ്റുമോ? ഇല്ല. തുറക്കാൻ പറ്റുമോ? ഇല്ല. ഇതും തുറക്കാൻ പറ്റൂല. ഇത് തുറക്കാൻ പറ്റും. ഗ്രാനി ലിഫ്റ്റ് കയറി വരത്തില്ലല്ലോ അല്ലേ? ഈ ഒച്ച ഇപ്പോഴും ഇതിന്റെ അകത്തുണ്ടല്ലോ. ഒച്ചയാണ് പറ്റാത്ത സാധനം. ഇതിന്റെ അകത്ത് ഒരു വൃത്തികെട്ട ജീവിയാ ഈ ഒച്ച. വരുന്നു ഗ്രാനി വരുന്നേ. ഓക്കെ, ഗ്രാനി നാണ്ട വരുന്നു. തള്ള ഇവര് പോട്ടെ. എന്താ തള്ള, ഞാൻ ഇപ്രാവശ്യം ഭയങ്കര ഡിസിപ്ലിൻ ഇല്ല വന്നേക്കുന്നത് കേട്ടോ. അടച്ചിട്ടേക്കും സാധനം എങ്ങനെ അവർ തുറന്നു കയറിയ? ഇമ്പോസിബിൾ. അതെങ്ങനെ ശരിയാവുന്നേ? ഞാൻ അടച്ചിട്ടല്ലേ. ഒന്നും നോക്കാല്ല. തേർഡ് ഫ്ലോറിൽ പോകാൻ സാധനങ്ങൾ എടുക്കുക. ഞാനിത് ജയിച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണത്തില്ല, അതിൽ അപ്ലോഡ് ചെയ്യത്തില്ല. നാളെ പോവാ പാട്. ട്രാപ്പൊക്കെ വെച്ചേക്കുന്നു ഗ്രാനി ഇവിടെ. ബക്കറ്റ് എടുത്തേര്. കക്കൂസ് ബ്രഷ് ഒക്കെ ഇതിൻ്റെ അകത്ത് വെച്ചേക്കാം. എന്തോ അടുത്ത കേബിൾ. ഈ കേബിൾ എല്ലാം കൊണ്ട് എന്തോ എടുക്കാനാണ്? വയറ് മുറിച്ചടങ്ങിയ സാധനം. ഇവിടെ ഒന്നും ശരിക്കും പറഞ്ഞാൽ ഒളിക്കാൻ സ്ഥലം ഇല്ല. അതുകൊണ്ട് ഗ്രാനി കയറിപ്പോയി. ഗ്രാനി മണ്ടക്കോട്ട് പോയിട്ടുണ്ട്. കൊണ്ട പോകുന്നു. ശരി, ഒച്ച പോവാതെ എനിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ അങ്ങോട്ട്. സെക്കൻഡ് ഫ്ലോർ ഗ്രാനി വരുന്നു. ഗ്രാനി തേർഡ് ഫ്ലോർ. റിസപ്ഷനിൽ പോ. പിന്നെയും കേബിള് ആണ്ട വരുന്നത്. ഗ്രാനി ബക്കറ്റ് വെച്ചിട്ട് കയറാം. ഇനി ഗ്രാനി പിടിക്കത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഗ്രാനി പിടിച്ചാൽ ഇത് കള്ളക്കളിയാ. ഓക്കെ, വെപ്പൻ കീ കിട്ടിയിട്ടുണ്ട്. ഇനി ആ തോക്കൊന്ന് എടുത്തിട്ട് വേണം. കീ കാർഡ് അത് ഇതിന്റെ അകത്തിട്ട് കഴിഞ്ഞാൽ ഓൺ ആവത്തില്ലേ? കീ കാർഡ് അതിന്റെ അകത്തിട്ട് ഓൺ ആവും. ബക്കറ്റ് എടുക്ക്. പോ. ഗ്രാനി കാണല്ലേ അടച്ചിട്ട്. എഞ്ചിൻ സൗണ്ട് വെപ്പിക്കല്ലേ. എഞ്ചിനൊക്കെ കൊണ്ടാണ് ഞാൻ നടക്കുന്നത് ഇപ്പം. നമ്മള് ഭയങ്കര ശ്രദ്ധിച്ചു വേണം ഇനി നീങ്ങാൻ. കീ കാർഡ് ഇട്. പോട്ടെ. നമ്മൾ ഇവിടെ തന്നെ വന്ന് തിരിച്ച് വന്ന് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഫോം വിളിച്ചൊരു പിസ ഓർഡർ ചെയ്യണം. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാ? ഫോം വിളിച്ച് പിസ ഓർഡർ ചെയ്തേക്കാം. 79 ആയിരുന്നു. 791110. പോട്ടെ. കോള് പോട്ട്. ഇനി പിസ വന്നോളൂ കുറച്ചുകൂടെ കഴിഞ്ഞ്. വെപ്പൻ കീക്കുള്ള സമയമായി. നിക്ക്. തോക്ക് കിട്ടി. ഇനി ഗ്രാനിയെ ഞാൻ പൊട്ടിക്കും. ഞാൻ സ്വിമ്മിംഗ് പൂളിന്റെ കീ കിട്ടി, ലോണ്ടറി കീയും കിട്ടി. ലോണ്ടറിയുടെ കീ എടുത്ത് വെക്കുക. ഇവിടെ ഒക്കെ ഞാൻ നേരത്തെ വന്ന റെസ്റ്റോറന്റിന്റെ കീ നമ്മുടെ കയ്യിലില്ല നിലവിൽ. ഇപ്പൊ നോക്കാം സ്വിമ്മിംഗ് പൂള് പോയൊന്ന് തുറക്കാം. ആരണ്ട് വന്ന് എന്ത് ആ സ്ഥലം എന്ത് ഇതല്ല. വേദിക്കുന്നു. താങ്ക് യു. സാധനം തള്ള വരുമോ? ഒരുപാട് നാടകം കാണിക്കാതെ സാധനം താ ഇങ്ങോട്ട്. താടി ഇങ്ങോട്ട്. സ്ലെൻഡറിനയുടെ ഒരു ഫോട്ടോ. ഗ്രാനി വരുന്നത്. കുഞ്ഞിരിക്കാം. തള്ളപ്പോട്ടെ. സ്വിമ്മിംഗ് പൂൾ ഒന്ന് തുറക്കാം. ഏതായാലും സ്വിമ്മിംഗ് പൂളിന്റെ ഇതല്ലേ? നോക്കട്ടെ, തുറക്കാൻ നോക്കാം. സ്വിമ്മിംഗ് പൂള് തുറന്ന്. ഇനി കല്ലെല്ലാം മാറ്റണം നമുക്ക്. ഓക്കെ, ഇങ്ങനെ സ്വിമ്മിംഗ് പൂള്. ചോരയാണോ വെള്ളമാണോ ഇതിനകത്ത് മൊത്തം? ഏതാണ്ട് കേബിൾ ഇതിനകത്ത് ഇനി വേറെ ഉണ്ടല്ലോ. കേബിൾ എടുത്ത് കൈപ്പിച്ചേക്കാം. ഇനി നമുക്ക് കീയുടെ ആവശ്യമില്ല. സ്വിമ്മിംഗ് പൂൾ ഓപ്പൺ ആക്കിയാൽ അപ്പുറത്ത് വേറെ എണ്ണം കൂടി ഓപ്പൺ ആവും. ഇതിന്റെ അടുത്ത കേബിൾ. ഇഷ്ടം പോലെ കേബിൾ ഉണ്ട് കയ്യിൽ. എന്തിനാണ് ഇത്രയും കേബിൾ എനിക്ക്? പിന്നെ ചവിട്ടി ഓപ്പൺ ആയി കാണുമല്ലോ. ഈ വഴി നമുക്കൊന്ന് പോയി നോക്കാം. അതിനകത്ത് മൊത്തം ചോര. വെന്റിലേഷൻ കീ ഇങ്ങോട്ട് പോകണമെങ്കിൽ വേണം. ഓക്കെ, അത് കുഴപ്പമില്ല, പോകുന്നില്ല. ഇത് മറ്റേടത്തോട്ടുള്ളയാ. മറ്റേ മനസ്സിലായി. ഇതേതാ? നമ്മുടെ ലിവർ ഇല്ല. സംതിങ് ഈസ് മിസ്സിംഗ്. ക്രാങ്ക് ഉണ്ടായിരുന്നു കയ്യില്. നിക്ക്. ലിവറും ക്രാങ്കും എടുക്കണം. നേരെ പോയി അങ്ങോട്ടാണ് പോകുന്നത്. ക്രാങ്ക് ഉണ്ടല്ലേ, പക്ഷെ ലിവർ ഇല്ല. അപ്പൊ ലിവർ എവിടെ നിന്ന് കിട്ടും? ലിവർ കിട്ടിയിട്ട് നമുക്ക് അതിന്റെ അകത്തോട്ട് പോവാം. അതായിരിക്കും ബെറ്റർ. അതിന് ക്രാങ്ക് വെച്ച് കഴിഞ്ഞാൽ ലിവർ കിട്ടുമോ? അങ്ങനെ സംഭവിക്കത്തില്ല. ഇത് ഷോർട്ട് ഗണ്ണ് കൊണ്ട് വെടി വെച്ചാലേ ഇത് തുറക്കാൻ പറ്റും. ഷോർട്ട് ഗണ്ണ് കൊണ്ട് വെടി വെക്കുമ്പോൾ എന്തായാലും ഗ്രാനി പിടഞ്ഞു വരും. ഇപ്പൊ ഇങ്ങോട്ട് ഒച്ചയൊക്കെ കേട്ട ഗ്രാനി വരുമോ? ഇപ്പം ഇത് ട്രാപ്പ് ഗ്രാനിക്കുള്ള. ഓക്കെ, ഇതിന്റെ അകത്തെങ്ങും ഒന്നുമില്ല. ഇതിന്റെ അകത്തെങ്ങും ഒരു സാമാനോ ഇല്ല നമ്മുടെ കയ്യിൽ. എല്ലാം തുറന്നു വെച്ചേക്കാം. ഓടേണ്ടവാ, ജീവനും കൊണ്ട് ഓടേണ്ടവാ. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാ? അതിന്റെ അകത്തും ഒന്നുമില്ല. ക്രോബാർ. എന്തോ താടാ ഇതൊക്കെ സാധനങ്ങൾ. അയ്യോ, ഷോർട്ട് ഗണ്ണുകളല്ലേ? ഈ ക്ലോക്കിൽ ഏതാണ്ട് പണിയുണ്ട്. എൻഡർ ടൈം. ആ ടൈം ഐ നോ വേർ ഈസ് ടൈം. മറ്റേ അതിന്റെ അകത്ത് കയറുന്നിടത്താ ടൈം ഉള്ളത്. ഇത് X11 എന്ന് വെച്ചാൽ ഏതായിരുന്നു നമ്പർ? പഠിക്കാൻ വിട്ടപ്പോ പഠിക്കണമായിരുന്നു. എന്തോ പരിപാടിയാ കാണിച്ചേ. ഗ്രാനി വരുന്നതിന് മുമ്പ് ഫോട്ടോ ഇതേതായിരുന്നു നമ്പർ? മറന്നുപോയി. ഒരു 12 ഉണ്ട്, ഒരു 1 ഉണ്ട്. അത് 1 12. ഒരെണ്ണം 1-ലും ഒരെണ്ണം അങ്ങോട്ട് വെക്കാം. 12 വെക്കാം പ്ലീസ്. റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് ഇവിടെ. റെസ്റ്റോറന്റ് തുറക്ക്. ആ കീ എടുത്ത് കളഞ്ഞു. ചവിട്ടി ഞാൻ പിന്നെ അഴുക്കില്. ഇതെന്തിന്റെ കീ? ബ്ലൂ കീ. ബക്കറ്റ് എന്ത് ചെയ്യും? ബക്കറ്റ് കളയല്ലേ. ബക്കറ്റിനകത്ത് കീ ഇട്ടേക്കാം. കീ എടുത്ത് ബക്കറ്റിനകത്തിടാം. ഇത് തുറന്ന് നമ്മൾ ഇപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അപ്പൂപ്പന്റെ മുറിയായത്.
അപ്പുറത്തെ വശത്തോട് അടച്ചേക്കുക. അങ്ങോട്ട് ലിവർ 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 കിട്ടി. ഇനി നമുക്ക് പൂൾ സൈഡിൽ പോവാം. ലിവർ കിട്ടിയ സ്ഥിതിക്ക് മണ്ടക്കൂടെ പോയാൽ എന്തുവാ? മണ്ടക്കൂടെ പോയാൽ എന്ത് സംഭവിക്കും? ഇത് തുറന്നിട്ട് എന്ത് കിട്ടും? ഇങ്ങോട്ട് നമ്മൾ വന്നില്ലല്ലേ ഇതുവരെ. സ്ക്രൂ ഡ്രൈവർ കിട്ടി. എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ എടുത്ത് കളഞ്ഞാലേ എനിക്ക് ഇനി ബക്കറ്റിനകത്ത് വേറെ സാധനങ്ങൾ എടുക്കാനും പറ്റത്തുള്ളൂ. പോവാം. ഇവിടെ ഗ്രാനി വരാത്ത ഏരിയകളാ. ഈ തുമ്പി പോലെ ഇരിക്കുന്ന സാധനം എടുക്കുക, വെക്കുക. ലിവർ വെക്ക്. സ്ക്രൂ ഡ്രൈവർ ഞാൻ അങ്ങ് കളഞ്ഞിട്ടാ വന്നത്. അല്ല സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. എന്റെ ഒരു അഭിപ്രായത്തിൽ സ്ക്രൂ ഡ്രൈവർ കളഞ്ഞതായിരുന്നു എന്റെ ഒരു വെച്ച്. അല്ല, ഞാൻ പ്ലെയറാ കളഞ്ഞത്. സംതിങ് ഈസ് മിസ്സിംഗ്. അവിടെ നിന്ന് എന്തോ കേബിളാ. 4 എണ്ണം നമ്മുടെ കയ്യിലുണ്ട് കേബിള്. കറക്റ്റ് 4 എണ്ണം ഉണ്ട്. ഇനി അടച്ചിട്ട് ആവുന്നില്ലേ? എന്താ ഇത് ഗ്ലിച്ചായോ? ടേൺഡ് ഓഫ് ദ ഗ്യാസ് ഇൻ ദി ഓവൻ. മറ്റേ ഓവനകത്തെ ഗ്യാസ് ഞാൻ ഓഫ് ആക്കി. ഇനി ഇതെന്താ അടയാത്തെ? സ്വിമ്മിംഗ് പൂളിലെ വാട്ടർ പോയി. നമുക്ക് ഇതിനകത്ത് ചാടി ഇറങ്ങാം. ഇതിനകത്ത് എന്തോ ഉണ്ട്. സെൻട്രീനയുടെ അടുത്ത ഫോട്ടോ. അതിന് സ്ക്രൂ ഡ്രൈവർ ആണ് ദൂരണേന്ന് തോന്നുന്നു. സ്ക്രൂ ഡ്രൈവർ നമ്മളെ മണ്ടയ്ക്ക് വെച്ചേക്കും. അത് കുഴപ്പമില്ല. എടുക്കാം. ഡോണ്ട് വറി വെൻ ഐ ആം ഹിയർ. ഗ്രാനി ഒരു റിസ്ക് എടുക്കല്ലേ. അടച്ചേര്. ഇതും കൂടെ വെച്ചേര്. സ്ക്രൂ ഡ്രൈവർ എടുക്കാം. ഗ്രാനി പോവാൻ വെയിറ്റ് ചെയ്യാൻ നോക്ക്. മാറ്റിയാല്. സെൻട്രീനയുടെ അടുത്ത ഫോട്ടോ. അയ്യോ, ബക്കറ്റ് എടുക്കാം. നമ്മൾ അവിടുത്തെ തീ ഓഫ് ആക്കിയിട്ട് വന്നേക്കുവാ കിച്ചണിലെ. അങ്ങോട്ട് വാ. ഇതെന്തിന്റെ കീ? ഡേർട്ടി ഗ്രീൻ കീ. അത് ഞാൻ നേരത്തെ കണ്ടില്ലല്ലോ. ഡേർട്ടി ഗ്രീൻ കീ ഇതുവഴി പോയപ്പോ. ഇവിടെ കയറണമെങ്കിൽ നീലയും വയലറ്റും കൂടെ ചേർന്ന ഗ്രീൻ ആകുമോ? ഈ ഡേർട്ടി ഗ്രീൻ കീ ഇതല്ലേ? വയലറ്റ് തുറന്ന് ബക്കറ്റ് ഇട്. ഇത് അല്ലേ വേണ്ട, കളയണ്ട. ആവശ്യം വരും. കളയല്ലേ ആവശ്യം വരും. അടക്കി. ഓ, എന്താ ഇതിന്റെ അകത്തങ്ങ് ഒന്നും കാണാനില്ലല്ലോ. ഞാൻ പക്ഷെ കിച്ചണിലോട്ട് പോകാനിരുന്ന ആളല്ലേ ഞാൻ. ഇതിന്റെ അകത്തങ്ങ് ഒന്നും ഇല്ല. ഇതെല്ലാം ഗ്രാനിയുടെ സെറ്റപ്പുകളാണ്. ഇത് കറക്റ്റ്. ഇതേണ്ട ഞാൻ കളഞ്ഞ പ്ലെയർ. ഇനിയും പോവാൻ നോക്കി ഇതുവഴി. ഈ ഗ്രാനി കഴിഞ്ഞ പ്രാവശ്യം ക്രോബാർ കയ്യിലുണ്ട്. വല്ലാത്ത സന്തോഷമാവുന്നുണ്ട് കേട്ടോ. വല്ലാത്ത സന്തോഷമാവുന്നു. തല്ലിപ്പൊട്ടിട്ട് ഗ്രാനി കുനിഞ്ഞിരിക്കുക. അവരിപ്രാവശ്യം വരുകയും ചെയ്യും, തുറന്ന് തന്നെ പിടിക്കുകയും ചെയ്യും. അത് കുനിഞ്ഞിരിക്കണം. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്താ പിക്ചർ പീസ്? അടുത്ത പിക്ചറിന്റെ പീസ് കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് നീക്ക്. പുഷ്മി കേബിൾ കട്ട് ചെയ്യാനായിട്ട് എന്റെ ഐറ്റം ഉണ്ട്. കട്ട് ചെയ്തേക്കാം. നൗ ഗ്രാൻഡ് പാസ് ക്യാമറ വിൽ നോട്ട് വർക്ക്. ഇനി എനിക്ക് ഗ്രാൻഡ് പാഡ് അടുത്തോട്ട് പോവാ. സെൻട്രീനയുടെ അടുത്ത ഫോട്ടോ എനിക്ക് തുറന്നു നോക്ക്. ഇതേതാക്കി? വൈറ്റ് കീ. ഓ, നമ്മളപ്പോ ഈ ഡോറും തുറന്നു. ഗ്രാനി. ഇങ്ങനെയാണ്ട് എനിക്ക് ആ പെണ്ണുമ്പിളെ കാണാൻ പറ്റുന്നില്ല. എനിക്ക് അവരെ 2 പറയണമെന്നുണ്ട് എനിക്ക്. ഇനിയിപ്പോ കൊച്ചാട്ടൻ അറിയത്തില്ല ഞാൻ കയറി ചെന്നാലും. അയാളുടെ വയറൊക്കെ ഞാൻ മുറിച്ച് കളഞ്ഞു. എന്താ കേട്ടാ? ഞാൻ എന്തോന്ന് കേട്ട്. ശരിക്കും ഞാനത് വേഗം നടച്ചോണ്ടാ എനിക്കത് കാണാൻ പറ്റാഞ്ഞ്. എല്ലാവരും തന്നെ കാര്യമായിട്ട് കണ്ടേനെ. ഇവിടെ നമുക്ക് ഇനിയും കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അതായത് ടോയ്ലറ്റ് ബ്രഷ്. ഇതിനകത്ത് പെണ്ണുമ്പിള്ള പൊങ്ങി വരും. ഞാൻ മൈൻഡ് ചെയ്യണ്ട. അത്രേ ഉള്ളൂ. തിരിയുന്നോ? അത്രേ ഉള്ളൂ. നമ്മളൊന്നും പേടിക്കില്ല. ഒന്നും കിട്ടിയില്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് കിട്ടിയായിരുന്നല്ലോ എനിക്ക്. അങ്ങ് ഏറ്റവും മണ്ടയ്ക്ക് നമുക്ക് കീ കാർഡ് ഇട്ട് പോകേണ്ട ഒരു സ്ഥലമുണ്ട്. നമ്മൾ അവിടെ ഇതുവരെ പോയില്ല. അതായത് ഇവിടെ പോട്ടെ. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം എന്നെ ഗ്രാൻഡ് പാ പൊക്കിയത്. ഗ്രീൻ. ഇത് തന്നെ ഗ്രീൻ. ലോണ്ടറി റൂം. ബ്ലൂ കോക്ക് വീൽ. എന്തോ ഒരു വന്നായിരുന്നല്ലോ ഇവിടെ. നീഡ് ക്രോബാർ. അപ്പൊ അതിന്റെ അകത്തും എന്തോ ഉണ്ട്. നീഡ് ടേപ്പ് എൻ്റെ കയ്യിലില്ല. നിലവിൽ ഞാനിപ്പോ ഇത് എങ്ങോട്ട് ഞാൻ പോകേണ്ടത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നില്ല്. ഈ ഗെയിം എന്നെ ഇട്ട് പൊട്ടനാക്കുന്നുണ്ട് കുറച്ച് നേരമായിട്ട്. ഇതെല്ലാം തുറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എന്റെ ഒരു ഐറ്റം ഉണ്ട്. എനിക്കറിയാം എന്തോ ചെയ്യേണ്ടത്. ഡോണ്ട് വെറി. എക്സൈറ്റഡ് ആവല്ലേ ഒരുപാട്. ഗ്രാനി അങ്ങനെ വന്ന പണിയിട്ട് ഇവിടെ ഒളിക്കാൻ സ്ഥലമില്ല. വേഗം അല്ലേ ഈ ഫാൻ. ഇതാ വേണ്ട. ഓയിൽ ക്യാൻ. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് നമ്മൾ അങ്ങോട്ട് ഇളവല്ലെന്ന്. ഈ പ്രാവശ്യം നമ്മൾ ഒരുപാട് ഗ്രാനിയെ വെടിവെക്കേണ്ടി വന്നതേ ഇല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒളിക്കുകയായിരുന്നു. എനിക്ക് പേടിയാ. തള്ളയെങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നാണക്കേടായി പോകും. നമുക്ക് ഇതുവഴി ഒന്ന് കറങ്ങി നടന്ന് നോക്കാം എന്തോ സംഭവിക്കുന്നതെന്ന്. എന്തായാലും ഇതിന്റെ അകത്തോടൊന്നും ഗ്രാനി വരത്തില്ലല്ലോ അല്ലേ? വേണ്ട. ഇങ്ങോട്ട് ചാടുന്നില്ല. എനിക്കറിയാം അവിടെ ഏതാണ്ട് വേണ്ടാത്തയാ. അയ്യേ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിടത്ത് തന്നെ ചാടാം. ഇവിടെ എന്തോ ഉണ്ട്. ഇവിടെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. ഏണി വല്ല ഇരിപ്പുണ്ടാ? ഇതിന്റെ മണ്ടയ്ക്ക് എന്താ? അതെ. അത് ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല. അതിന്റെ മണ്ടയ്ക്ക് എന്തോ ഒരു സെറ്റപ്പ് നടക്കുന്നുണ്ട്. തുറന്ന് ബക്കറ്റ് ഇട്. വാ കേറാ. ഇതുവഴി കേറിക്കോ. എന്റെ സ്ലെൻഡ്രീനയുടെ ഫോട്ടോ ഉണ്ട് മൊത്തം. എന്താ ഒരു മിനിറ്റ്. എന്താ ഐ റിമെമ്പർ.
പേടിക്കേണ്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ സ്പീക്കർ ഒന്നും അടിച്ചു പോയതല്ല, എന്റെ മൈക്ക് കൃത്യസമയത്ത് അടിച്ചുപോയി. അതുകൊണ്ട് ഇനി മുമ്പോട്ട് നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് അല്ലാതെ പറഞ്ഞു തരാം. വേറെ വഴിയൊന്നും നമുക്കില്ല, എന്റെ മൈക്ക് അടിച്ചുപോയി. പിന്നെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സ്ലെൻഡറിനയുടെ ഫോട്ടോ എല്ലാം നമ്മൾ ഇതിനകത്തൊന്ന് ബുക്ക് എടുത്തിട്ട് ആ ബുക്കിനകത്ത് നമ്മൾ യോജിപ്പിച്ചു വെച്ചു. വളരെയധികം ആകാംക്ഷ കൊണ്ടിരിക്കുന്ന എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. വായും തുറന്നിരിക്കുന്നത് ഗെയിം തീർന്നെന്ന് വെച്ചോണ്ടാണ്. പക്ഷെ അല്ല, അടുത്ത താക്കോലായിരിക്കുന്നത്. ഈ ഗെയിമിന് എത്ര താക്കോൽ എന്തിനാണ്? അതിനുശേഷം ബക്കറ്റിനകത്ത് താക്കോലും ഇട്ട് തൂക്കി പിടിച്ചോണ്ട് ഞാനിതാ പോകുന്നു. ഭാഗ്യം എന്റെ കൂട്ടത്തിലായതുകൊണ്ട് പോക്കധികം നേരം നീണ്ടു നിന്നില്ല. ഗ്രാനി വന്നു. ഗ്രാനി കളിച്ച് സമനില തെറ്റി ഒരു ചെറുക്കനെയാണ് നിങ്ങൾ കാണുന്നത്. ആ കിട്ടിയ താക്കോല് വെന്റിലേഷന്റെ ആയിരുന്നു. ഈ വെന്റിലേഷൻ അകത്താണ് ഇനി അടുത്ത നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നത്. അങ്ങ് താഴെ ഇറങ്ങിയപ്പോൾ വെളിവശം കണ്ടപ്പോൾ ആ ബാലൻ വിചാരിച്ചു ഗെയിം തീർന്നു. ഏവരെയും പോലെ ആ ബാലന് കൈകൊട്ടി സന്തോഷിച്ചു. പക്ഷേ ഇല്ല, ആ ഗെയിം തീർന്നില്ലായിരുന്നു. ആ ഗെയിം എന്നെ അവരാധിച്ചിട്ട് തീരത്തുള്ള ശബ്ദം എടുത്തിരിക്കുകയാണ്. അവസാനം ഞാൻ എത്തിപ്പെട്ടു സ്ലെൻഡറിനയുടെ കോട്ടയിൽ. ഇതിനകത്ത് 4 ബുക്ക്. ഇതായിരുന്നു എൻ്റെ അവസ്ഥ. സോറി എല്ലാവരും പേടിപ്പിച്ചെങ്കിൽ. ഇതിനകത്തുനിന്ന് 4 ബുക്ക് നമ്മൾ കളക്ട് ചെയ്യണം. ഈ സ്ലെൻഡറിനെ പല പല സമയം നമ്മളെ വന്നിങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ പേടിക്കാതെ മുന്നേറി ഇതിൽ നിന്ന് 4 ബുക്ക് സെലക്ട് ചെയ്യണം, അല്ല കണ്ടുപിടിക്കണം. കേട്ടോ, ഒരു ബുക്ക് കിട്ടി. ഇങ്ങനെ നമ്മൾ 4 ബുക്ക് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞ് ഇതിനകത്ത് ഒരുപാട് നിഗൂഢതകളുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല ഇന്നത്തെ പല പല കാര്യങ്ങൾ നടപ്പുണ്ട്. നിങ്ങൾ ബാക്കിയുണ്ടോ? ചെറിയ ചെറിയ ഹാർട്ട് അറ്റാക്കുകൾക്ക് ശേഷം ബുക്കുകളെല്ലാം നമുക്ക് കിട്ടാൻ തുടങ്ങി. പിന്നെ നമുക്ക് ഓരോരോ സീക്രട്ട് മറ്റേത് കിട്ടാൻ തുടങ്ങി. അതായത് ഈ സാധനം ഇതുണ്ടെങ്കിൽ നമുക്ക് വെളിയിൽ ഇറങ്ങി ഓടാം. ഗ്രാനിയുടെ പാസ്പോർട്ട് സൈസ് നമുക്ക് വെളിയിൽ ഇറങ്ങി ഓടാം. ഡോറ് കിട്ടി. ഇതാണ് ഡോറ്. ഗ്രാനി വലിപ്പിച്ചേ. സത്യം പറഞ്ഞ എൻ്റെ പൊന്നുകൂട്ടുകാരെ, ഞാൻ അതിനകത്ത് കിടന്ന് അമർന്നു പോയി. ഞാൻ വിചാരിച്ചു ഈ ഗെയിം എവിടെ വെച്ച് അങ്ങ് നിർത്തിയാലോ എന്ന്. എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. ഇത് കണ്ടോ നിങ്ങൾ? തല കറങ്ങത്തില്ലയോ ഇതിൻ്റെ അകത്ത്? അതിൻ്റെ ഇടയ്ക്ക് ആ തള്ള വന്ന് എന്നെ അങ്ങ് മറ്റേതാക്കുക. അപ്പോഴാണ് എൻ്റെ പ്രോ പ്ലെയറിനെ ഞാൻ പുറത്തെടുത്തത്. എന്നിട്ട് നമ്മൾ വെളിയിൽ ചാടി സുഹൃത്തുക്കളെ. കൊണക്കണാന്ന് നമ്മൾ കുറെ അടിച്ചു കഴിഞ്ഞ് നമ്മൾ അങ്ങനെ ഗെയിമിന്റെ